വെൽക്കം ടു ചാനൽ. എല്ലാവർക്കും 𝙑𝙞𝙙𝙚 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു റിംഗ് ലൈറ്റ് ആണ് കേട്ടോ. പക്ഷെ അത് നല്ലൊരു സൂപ്പർ ക്വാളിറ്റി റിംഗ് ലൈറ്റാണ്. ഡിജിടെക്കിൻ്റെ റിംഗ് ലൈറ്റാണ് വിത്ത് സ്റ്റാൻഡ് വരുന്നത്. 5 ഫീറ്റിൻ്റെ ഒരു സ്റ്റാൻഡ് വരുന്നതാണ്. ഇത് 12 ഇഞ്ചസ് തന്നെയാണ്. ഒരു 18 ഇഞ്ചസിൻ്റെയും മോഡൽസുകളുണ്ട്. പ്രൈസ് വരുന്നത് 1599 നമ്മൾ 1500-ൻ്റെ 1599-ൻ്റെ ഇടയിൽ റേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. ഇപ്പോൾ കുറേ സ്ഥലത്തുനിന്ന് പക്ഷേ ഡെലിവറി ഉണ്ടായിരിക്കില്ല. നിങ്ങൾ നോക്കി നോക്കുക. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിൽ പക്ഷേ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. പക്ഷേ ഒരു നല്ലൊരു ക്വാളിറ്റി റിംഗ് ലൈറ്റ് നിങ്ങൾക്ക് റിംഗ് ലൈറ്റ് നോക്കുകയാണെങ്കിൽ പക്ഷേ നല്ലൊരു ക്വാളിറ്റി റിംഗ് ലൈറ്റ് ഒന്ന് നോക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ റെസ്പോൺസ് അല്ലെങ്കിൽ അത്ര കിട്ടുന്നില്ല. പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഫോൺ സ്റ്റാൻഡ്, നമുക്ക് ഫോൺ വയ്ക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് നല്ലതല്ലെങ്കിൽ സംഭവം ഫോൺ ചിലപ്പോൾ നിലത്ത് പോകും. ഇതിന് മുമ്പ് പക്ഷേ നമുക്ക് കുറേ ചീപ്പ് സാധനങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ഈ സ്റ്റാൻഡ് തല്ലിപ്പൊളിയാണ്. അത് വെക്കുമ്പോൾ എൻ്റെ ഒരു ഫോൺ നിലത്ത് വീണു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. അതിൻ്റെ ലോക്കൽ ബ്രാൻഡിൻ്റെ അതിൻ്റെ റേറ്റ് കുറവായിരുന്നു. 400 സംതിങ് കഴിഞ്ഞാന്നുള്ളൂ. റിംഗ് ലൈറ്റ് തന്നെയായിട്ടുള്ളതായിരുന്നു. പക്ഷേ അത് കാരണം അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇതാകുമ്പോൾ ഡിജിറ്റെക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. ക്യാമറ, ട്രൈപോഡ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ക്യാമറ അക്സസറീസ് ഉണ്ടാക്കുന്ന ഒരു മെയിൻ കമ്പനിയാണ്. പ്രൈസ് ഇതിന്മേൽ കോട്ട് ചെയ്തിരിക്കുന്നത് 3000 രൂപയാണ്. പക്ഷേ അതിൻ്റെ പകുതി ഓൾമോസ്റ്റ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇതിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ ഇതിൻ്റെ ലൈറ്റ് റെസ്പോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാനൊന്നും മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് പോയാലോ. ലേറ്റ് ആക്കണ്ട അപ്പോൾ അല്ലേ. അപ്പോൾ നമ്മുടെ റിംഗ് ലൈറ്റിൻ്റെ ബോക്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഡിജിറ്റെക്കിൻ്റെ ബ്രാൻഡിങ് മുകളിൽ നിങ്ങൾക്ക് കാണാം. ഒരു യെല്ലോ ബ്ലാക്ക് ആയി കാരണം നല്ല രസമുണ്ടല്ലേ കാണാൻ ബോക്സ്. പിന്നെ അതുപോലെ നമ്മുടെ ക്വാളിറ്റി ഉണ്ട്, നല്ല പ്രിൻറ്റിങ് ക്വാളിറ്റിയും ബോക്സിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ല തന്നെയാണ്. പിന്നെ LED റിംഗ് ലൈറ്റിന് എഴുതിയിട്ടുണ്ട്. ഇവിടെ കോംബോ പാക്ക് വിത്ത് 5 ഫീറ്റ് ലൈറ്റ് സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. മോഡൽ നമ്പർ DRL2C ഡ്യുവൽ കളർ ടെമ്പറേച്ചർ ഉള്ള മോഡലാണ്. അപ്പോൾ അതിൻ്റെ പടം നമുക്ക് കൂടെ കാണാം. പിന്നെ 25 വാട്ടാണ് പവർ ഔട്ട്പുട്ട്. അതുപോലെ ഡ്യുവൽ കളർ ടെമ്പറേച്ചർ 620 കെൽവിൻ തൊട്ട് 6500 കെൽവിൻ വരെ ഉണ്ട്. 620 അല്ല, 3200 കെൽവിൻ തൊട്ട് 6500 വരെ കെൽവിൻ ഉണ്ട്. അത് ഇലുമിനേഷൻ വരുന്നത് 22250 LM ഉണ്ട്, ലൂമിൻ ഡെലുക്സ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെ ഉപയോഗിക്കാമെന്നൊക്കെ സംഭവം ചെയ്തിട്ടുണ്ട് ഇവിടെ. നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എന്താ പറയുക, സ്വിസ് ആർമിയുടെ നൈഫ് എടുത്തിട്ടുണ്ട് ഞാൻ. മൾട്ടിപർപ്പസ് ആയിട്ടുള്ള നൈഫ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാ സംഭവങ്ങളുള്ളതാണ്. ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഞാനത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് സംഭവം. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്കിലുണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും, വാങ്ങാം. അത്യാവശ്യം റേറ്റുള്ള ആട്ടാ, നോക്കണം. പക്ഷേ ലോങ് ലാസ്റ്റിങ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങാൻ നല്ലത്. എന്താ വെച്ചാൽ അൺബോക്സിന് മാത്രമായിട്ടൊരു സംഭവം വാങ്ങാനായിട്ട് നല്ലത് വാങ്ങാൻ നല്ലത്. അപ്പോൾ എന്തായാലും നമ്മളതിനെക്കുറിച്ച് പറയുന്നില്ല കാര്യം. അതിന് മുമ്പ് നമുക്കിതിൻ്റെ ബാക്ക് പരിചയപ്പെടണ്ടേ. നമുക്ക് ബോക്സ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇവിടെ മോഡൽ ഡിജിറ്റെക്ക് റിംഗ് ലൈറ്റ് 12 ഇഞ്ചസാണ്. അതുപോലെ ഇൻപുട്ട് 5 വാട്ടാണ്, ഔട്ട്പുട്ട് 25 വാട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വെയിറ്റ് പറയുന്നത് 0.55 kg ആണ്. 5 kg വരെ മാക്സിമം ലോഡ് വെയിറ്റിൽ താങ്ങും. പിന്നെ കുറച്ചുകൂടി സ്പെക്സ് പോലെ ഇവിടെ എഴുതിയിട്ടുണ്ട്. മൊബൈൽ ഹോൾഡർ ക്ലിപ്പ്, ബോൾ ഹെഡ് വിത്ത് 1/4 സ്ക്രൂ, അതുപോലെ 360 ഡിഗ്രി റൊട്ടേഷൻ, 180 ഡിഗ്രി ടിൽറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് എങ്ങനെ ലൂസൻ ചെയ്യുക, എല്ലാ ഡയറക്ഷനിലേക്ക് എങ്ങനെ തിരിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പടം കൊടുത്തിട്ടുണ്ട്. പാക്കേജ് ഇൻക്ലൂഡ് റിംഗ് ലൈറ്റ്, ബോഡി, പവർ കേബിൾ, സ്മാർട്ട് ഫോൺ മൗണ്ട്, ലൈറ്റ് സ്റ്റാൻഡ്, 5 ഫീറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ യൂസർ മാനുവലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരെ ഫോളോവേഴ്സ് ഓൺ സോഷ്യൽ മീഡിയ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൈസ് ഡീറ്റെയിൽസ് ഇവിടെ കാണാം. നിങ്ങൾക്ക് 2995 ആണ് കൊടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് 3000 തന്നെ. പക്ഷേ നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതിൻ്റെ ഓൾമോസ്റ്റ് പകുതി തന്നെ, 1500 റേഞ്ചിലാണ് വരുന്നത്. ഞാൻ വാങ്ങിച്ചത് 1575 അങ്ങനെ എന്തോ റേഞ്ചിലാണ് വാങ്ങിയത്. പിന്നെ അതിൻ്റെ ഇമ്പോർട്ടർ ആൻഡ് മാർക്കറ്റ് ബൈ എന്നൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ കെയർ സംഭവങ്ങൾ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സൈഡിലായിട്ടും കാര്യങ്ങളായിട്ടൊന്നും ഇല്ല. സൈഡിലും LED റിംഗ് ലൈറ്റ് എഴുതിയിട്ട് അവരുടെ ഒരു QR കോഡ്, ഡിജിറ്റൽ പ്രൊഡക്റ്റ് വാറൻറ്റി രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു QR കോഡ്, രജിസ്ട്രേഷൻ്റെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ സീലൊന്ന് പൊട്ടിക്കാം. പിന്നെയാണ് നമ്മുടെ ആവശ്യം. ശരിക്കും അത് ഇതെന്താ ഇങ്ങനെ ഒട്ടിച്ചിക്കണാവോ എന്താ വെച്ചാൽ കട്ടായി. നമുക്കത് മാറ്റി വയ്ക്കാം. എന്താ സംഭവം കട്ടായിട്ട് ഞാൻ പാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ ഫുള്ളായിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ കിട്ടുന്നത് നമ്മുടെ ടേബിളിൽ സംഭവം കൊള്ളുന്നില്ല, വലിയ ബോക്സാണ്. എവിടെ റിംഗ് ലൈറ്റ് കാണാമല്ലോ. എന്തൊരു ബോക്സ്, വേറെ എക്സ്ട്രാ ഒരു ഫുഡ് ബോക്സിൻ്റെ ഉള്ളൊരു ബോക്സ് ഉണ്ട്. ഇതിലാണ് റിംഗ് ലൈറ്റ്. പാക്കേജിങ് ഒക്കെ സൂപ്പറായിട്ടാണ്. എന്ന് വെച്ചാൽ ഒന്നും പറ്റില്ല അങ്ങനത്തെ നല്ല. അതാ നമ്മുടെ സ്റ്റാൻഡ്. ഇതാണ് വെയിറ്റ് ആൾ. അപ്പം മാത്രമാണ് ഈ വെയിറ്റ് ഉള്ളൂ, വേറെ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. കാര്യം കഴിഞ്ഞു. ഇനി ബോക്സിൻ്റെ ഉള്ളൂ ഒന്നുമില്ല. നമ്മൾ ഫുൾ നോക്കി ബോക്സ് മാറ്റി വയ്ക്കാം.
ഇത് മെറ്റലിൻ്റെ സ്റ്റാൻഡാണ്, നല്ല ക്വാളിറ്റി സ്റ്റാൻഡാണ്. ഉണ്ടോ ഡിജിറ്റെക്കിൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഉള്ളത് നല്ലൊരു സ്റ്റാൻഡാണ്. 1500 രൂപയ്ക്ക് കുഴപ്പമില്ലാന്ന് പറയാം, മുതലാവെന്ന് പറയാം. DLS 5 ഫീറ്റിൻ്റെ സ്റ്റാൻഡാണ്, ലോക്കിംഗ് മെക്കാനിക്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. പുതിയ റേഞ്ചിൽ നമ്മൾ വേറൊരു റിംഗ് ലൈറ്റ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്തായിരുന്നു? ഇത് അത്യാവശ്യം നല്ല ബ്രാൻഡ് തന്നെയായിരുന്നു. ഫോട്ടോൻ്റെ ആണെന്നുണ്ട്, ഫോട്ടോൻ്റെ ആണോ അതെന്തായാലും നമ്മുടെ അതിൻ്റെ ലിങ്ക് നമ്മുടെ മുകളിൽ ഉണ്ടായിരിക്കും കേട്ടോ. നമുക്ക് മുകളിൽ വേണം നിങ്ങൾക്ക്. ചേട്ടാ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. അത് പക്ഷേ ഇത്ര ക്വാളിറ്റി ഉണ്ടാകുന്നില്ല കേട്ടോ. അത് ഓൾമോസ്റ്റ് 1500 റേഞ്ച് തന്നെയായിരുന്നു. പക്ഷെ ഇത്ര ക്വാളിറ്റി പാക്കേജിലും ക്വാളിറ്റി ഉണ്ടാകുന്നില്ല, സ്റ്റാൻഡിലും ഒന്നിലും ക്വാളിറ്റി ഉണ്ടാകുന്നില്ല. ഡിജിടെക്കിൻ്റെ സമ്മതിക്ക് തന്നെ വേണം, നല്ല ക്വാളിറ്റി തരുന്നുണ്ട് പ്രൈസ് ഡീറ്റെയിൽസിന്. നമുക്കതിൻ്റെ റിംഗ് ലൈറ്റ് കിട്ടിയപ്പോൾ ഇതിലൊന്നും കഴിഞ്ഞു. ഇത് 12 ഇഞ്ചസിൻ്റെ ആണ് കേട്ടോ, ഒരു 18 ഇഞ്ചസിൻ്റെ ഒക്കെ ഉണ്ട്. അവിടെ ഒരു യൂസർ മാനുവൽ തന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സിൽക്കാ ജെൽ അതിൽ കിടക്കുന്നുണ്ട്, നമുക്ക് ഫംഗസ് പിടിക്കാണ്ടിരിക്കാൻ. എന്താ നമ്മുടെ യൂസർ മാനുവലാണ് ഈ കാണുന്നത്. LED റിംഗ് ലൈറ്റ് ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. പ്ലീസ് നോട്ട് USB പോയി, നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, ആരും അത് ഉപയോഗിക്കാറില്ല വേറെ ആരും. പിന്നെ ഡിജിടെക്കിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ, വെറുതെ എഴുതി വെച്ചേക്കുന്നതല്ല കേട്ടോ. ഇത് ഒരു പ്രിൻറ്റിങ് പോലെയാണ്. അതിൻ്റെ സ്റ്റാൻഡ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ ഫിറ്റ് ചെയ്യാനുള്ള സംഭവം ഇവിടുത്തെ, പിന്നെ അതിൻ്റെ കൺട്രോൾസ്, പിന്നെ USB. ഇത് മൈക്കല്ല, സാധാ USB തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സ്റ്റാൻഡിലൊന്ന് ഫിക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫുൾ സെറ്റപ്പ് ചെയ്ത റിംഗ് ലൈറ്റും സ്റ്റാൻഡും. പക്ഷേ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ, സ്റ്റാൻഡ് സൂപ്പർ ക്വാളിറ്റി സ്റ്റാൻഡാണ്. പക്ഷേ നമുക്ക് ഒരു 2000 രൂപ കൊടുത്തെനിക്ക് ഇതാണ് അങ്ങനത്തെ സ്റ്റാൻഡ് ഇപ്പോൾ ട്രൈപോഡ് സ്റ്റാൻഡ് ഇപ്പോൾ കിട്ടില്ലെന്നുണ്ട്. അങ്ങനത്തെ എന്നുവെച്ചാൽ എൻ്റെ ഇപ്പോൾ ഞാൻ നമ്മുടെ ക്യാമറയ്ക്കോ അതുപോലെ മൊബൈലിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡ് ആമസോൺ ബേസിക്കനെയാണ്. അതൊരു 1000 രൂപ റേഞ്ചിലാണ് വന്നിട്ടുണ്ടായത് അന്ന് വാങ്ങിച്ചപ്പോൾ, കുറേ കാലമായിട്ട്. പക്ഷേ അതിൻ്റെ ഡബിൾ ക്വാളിറ്റി, ഒരു ക്വാളിറ്റിയും വെയിറ്റും മെറ്റീരിയൽ ക്വാളിറ്റിയൊക്കെ ഉണ്ട് ഈ സംഭവത്തിന്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ഹാറ്റ്സ് ഓഫ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ സൂപ്പർ ക്വാളിറ്റി സ്റ്റാൻഡ് തന്നെയാണ് തന്നേക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാൻഡ് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം, താഴത്തേക്കൊന്ന് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡാണ് ഇത്. പകുതി ഹൈറ്റ് ആയിട്ടുള്ള ഇനിയും ഹൈറ്റ് കിട്ടുന്നത് ശരിക്കും നമുക്ക് മുകളിൽ വരെ കിട്ടും, അത്രയ്ക്ക് ഹൈറ്റിൻ്റെ സംഭവം. ഇത് നമുക്ക് കണ്ടു ഇവിടെ 2 നോബ് തുറക്കാനുണ്ട്. ഹൈറ്റ് അയ്യോ നമ്മുടെ മൈക്ക് താഴെപ്പോയി, സോറി, നേരത്തെ മൈക്ക് താഴെപ്പോയതാണ്. അപ്പോൾ എന്തായാലും ഈ ഹൈറ്റ് സംഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു അസൂസിൻ്റെ ഒരു ചെറിയ കുട്ടി പവർ ബാങ്കാണ്. നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം എന്തായാലും. അപ്പോൾ കേബിളിൻ്റെ ലെങ്ത്ത് എന്ന് പറയാൻ ഇത്ര ഉള്ളൂ കേട്ടോ, ഇത്ര ലെങ്ത്ത് ഉള്ളൂ കേബിളിന്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കണക്ട് ചെയ്ത് നോക്കാം. ഇതിൽ ചാർജ് ഒരു കട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ചാർജ് വന്നിട്ടുണ്ട്, ചെറിയൊരു കട്ടയുണ്ട്. നമുക്ക് എന്തായാലും ഇത് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ബ്ലൂ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പോൾ പവർ ഓൺ കൊടുക്കുകയാണ്. ഇതാ കൊള്ളാം, ഇത് നമ്മുടെ വാം കളറാണ്. നമുക്ക് കളറ് ഒന്ന് മാറ്റി നോക്കാം. അതാ നല്ല രസമുണ്ട് കേട്ടോ, ലൈറ്റ് പവറൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വയ്ക്കുകയാണെങ്കിൽ കിട്ടില്ല. നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് എന്നിട്ട് നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. ഇത് കണ്ടോ കളർ വരുന്ന ഇത്. നമുക്ക് ഇത് ഫുൾ ബ്രൈറ്റ്നസ് ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ബ്രൈറ്റ്നസ് കുറയ്ക്കാനൊക്കെ പറ്റും. അതായത് നമുക്ക് കുറച്ചൊരു ഇൻറ്റൻസിറ്റി കുറച്ച് വരുന്നതാണ്. ഇത് ഏറ്റവും ചെറിയ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. പിന്നെ നമുക്കിത് കൂട്ടി നേരത്തെ പറഞ്ഞ 2 കളറുണ്ട്. ഇത് നമുക്ക് വൈറ്റ്, ഇത് നമുക്ക് വാം കളർ കേട്ടോ. 2 കളറായിട്ട് നല്ല കത്തുന്നുണ്ട്. നല്ല സ്വിച്ചൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ട്. നല്ല സ്വിച്ച് തന്നെയാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിക്കുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. റിംഗ് ലൈറ്റ് അത്യാവശ്യം നോക്കണമെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഒരു 1500 രൂപയ്ക്ക് എങ്ങനെ സ്പെൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. അല്ലെങ്കിൽ ലോക്കൽ സംഭവം കിട്ടും. നമ്മുടെ ഈ ഫോണിൻ്റെ സ്റ്റാൻഡ്, പ്രത്യേകിച്ച് നമ്മൾ ഇതിൽ വെച്ചിട്ട് നിങ്ങൾ ഫോൺ എടുക്കാനാണെങ്കിൽ ഈ സംഭവം നല്ല ക്വാളിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ നിലത്തേക്ക് വീഴും. ഞാനൊരു ചീപ്പ് ക്വാളിറ്റിന് മുമ്പ് നോക്കിയിട്ട് എൻ്റെ ഫോൺ നിലത്ത് വീഴുണ്ടായിരുന്നു, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചീപ്പ് ക്വാളിറ്റി നോക്കുമ്പോൾ ഈ സംഭവം മെയിൻ സംഭവമാണ് നോക്കേണ്ടത്. ഇതിൽ വെച്ച് എടുക്കാനാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ എന്തായാലും. അപ്പോൾ ഫോണിൽ വയ്ക്കുമ്പോൾ നല്ല ക്വാളിറ്റി സംഭവം തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം. എന്ന് വെച്ചാൽ ഈ ബ്രാൻഡഡ് അല്ലെങ്കിൽ ചിലപ്പോൾ സംഭവം പൊട്ടി വീഴും, ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവും, അല്ലെങ്കിൽ ഫോണിൻ്റെ ക്ലിപ്പ് പോവും, അങ്ങനെയൊക്കെ ചിലപ്പോൾ നിലത്ത് വീഴാൻ സാധ്യത. എൻ്റെ നിലത്ത് വീണുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കേടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഡിജിടെക്കിൻ്റെ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു റിംഗ് ലൈറ്റ്. അപ്പോൾ ഞാനത് എന്തായാലും എൻ്റെ സംഭവമായിട്ട് യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമുക്കിത് വാങ്ങാട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും, ആമസോണിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. ഫ്ലിപ്കാർട്ടിൻ്റെ എനിക്ക് തോന്നുന്നത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, വന്നിട്ടില്ല എന്നുണ്ട്. കുറേ കാലമായിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അവരുടെ ഇതിൻ്റെ റേറ്റ് കൂടിയ മോഡൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആമസോണിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലായിരിക്കും. താല്പര്യമുള്ളവർക്ക് പോയി നോക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ലിങ്കും ഫോളോ ചെയ്യാൻ മറക്കല്ലേ.
അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയാം. നമുക്ക് അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിക്ക് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഗീവ് അവേ സംഭവമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിരിക്കുക. കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ എന്താ പറയുക കമ്മ്യൂണിറ്റി ടാബിലൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗീവ് ഒക്കെ തുടങ്ങുമ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇടാൻ പറ്റും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ശരി, നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.